നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. 14-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായതിനാൽ തന്നെ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലെ എക്സ്പയറി 13-ാം തീയതി തിങ്കളാഴ്ചയുമായിരിക്കും. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് മുകളിലുള്ള ദുർബലത തുടരുക തന്നെയാണ്. ഇന്ന് രാത്രിയോടും നാളെ വെളുപ്പിനോടും കൂടി യുഎസിൽ നിന്നും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ എത്തുകയും ചെയ്യും. യുഎസിൽ നിന്നും JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ചർച്ചകൾക്കായിട്ട് എത്തിച്ചേരുകയും ചെയ്യുക. എന്നാൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളെ തള്ളിക്കൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുതിയ പ്രഖ്യാപനം വന്നു. അതായത് ഇസ്ലാമാബാദിൽ യുഎസും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നേക്കാമെന്നുള്ള വാർത്ത തെറ്റാണ്. കാരണം ഇറാൻ അവരുടെ പ്രതിനിധികളെ ആരെയും തന്നെ ഇസ്ലാമാബാദിലേക്ക് യുഎസുമായിട്ടുള്ള ചർച്ചകൾക്ക് അയക്കുന്നില്ലെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രാവിലെ വന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്ഥിരീകരണം ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. അതനുസരിച്ച് ഒരുപക്ഷെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയുടെയും കൂടാതെ മറ്റുള്ള രക്തസാക്ഷികളുടെയും രക്തത്തിന് തങ്ങൾ പകരം ചോദിക്കുമെന്നുള്ള പുതിയ വെല്ലുവിളികളും നിലവിലെ സുപ്രീം ലീഡറായിട്ടുള്ള മുജ്തബ ഖമേനിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ആയതിനാൽ തന്നെ എസ്പെഷ്യലി ഈ വീക്കെൻഡില് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കീനായിട്ട് അതിനെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ലോകത്താകമാനം ഇറാൻ US സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം അതേപടി തന്നെ തുടരുന്നുമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. എന്നാൽ അതേസമയം ഓർത്തഡോക്സ് ഈസ്റ്ററോടനുബന്ധിച്ച് പുടിൻ 2 ദിവസത്തെ സീസ് ഫയർ പ്രഖ്യാപിച്ചു. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തില്, അതായത് ഏപ്രിൽ 11-12 തീയതികളിലേക്ക്. ഇതിനെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്വാഗതം ചെയ്യുകയും ചെയ്തു. US പ്രസിഡന്റ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു: എത്രയും പെട്ടെന്ന് തന്നെ ഓയില് അനിശ്ചിതം ഒഴുകും, ഇറാന്റെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം കുറിക്കുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം വരും ദിവസങ്ങൾ നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ മാർക്കറ്റിൽ ആകെയുള്ള പ്രതീക്ഷ ഇന്നലെ ഇസ്രായേലും ലെബനോനും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ട് സീസ് ഫയർ വന്നേക്കാമെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിൽ നേരിയ പോസിറ്റിവിറ്റി വീണ്ടും കൈവരിക്കുവാനായി. എന്നാൽ ലെബനോന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ അറ്റാക്കിനെ തുടർന്ന് തങ്ങളുടെ 254 പൗരന്മാർക്ക് മരണം നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ മാത്രമേ തുടർന്നുള്ള സമാധാന ചർച്ചകൾക്കുള്ളൂ എന്നുള്ള സ്ഥിരീകരണം ലെബനോന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള ചർച്ച നടക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ ആയിരിക്കും ചർച്ചയുടെ വേദിയായിട്ട് മാറുകയും ചെയ്യുക. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടത്തിനു ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് നടത്തുക തന്നെയുണ്ടായി. 1711.19 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 905.90 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,200, 24,300 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 23,500 എന്ന സൈക്കോളജിക്കൽ ലെവലും തുടർന്ന് 23,450 എന്ന ലെവലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. GSP കോർപ്പ് സയൻസ്, അക്ലിയോൺ നെക്സസ്, B2B സോഫ്റ്റ്വെയർ ടെക്നോളജീസ്, സ്വാദ നേച്ചർ, ഉറവി ഡിഫൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും പ്രധാനപ്പെട്ട ചില ഡാറ്റകളുടെ റിലീസ് ഉണ്ടായിരുന്നു. ഫെബ്രുവരി മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള പേഴ്സണൽ ഇൻകം ഡാറ്റയിൽ അപ്രത്യക്ഷമായി തന്നെ 0.1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഡാറ്റ തന്നെയാണ് വരികയും ചെയ്തത്. അതേസമയം ഫെബ്രുവരി മാസത്തിൽ തന്നെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള കോർ PCI പ്രൈസ് ഇൻഡെക്സിൽ 0.4% ഉയർച്ച മന്ത് ഓൺ മന്ത് ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഫെബ്രുവരിയിൽ തന്നെ പേഴ്സണൽ സ്പെൻഡിങ്ങിലും 0.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് വരികയും ചെയ്തത്. എന്നാൽ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ക്വാർട്ടർ 4 GDP ഗ്രോത്ത് റേറ്റ്
43 ദിവസത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് സ്ലോ ചെയ്യുകയുണ്ടായി. തൽഫലമായി സ്ലഗ്ഗീഷ് ആയിട്ട് 0.5% വളർച്ച മാത്രമേ രേഖപ്പെടുത്തുകയും ചെയ്തുള്ളൂ. ഇന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളാൽ നിറഞ്ഞ ഒരു ദിനം തന്നെയാണ്. രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡാറ്റയുടെ റിലീസ് ഉണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഒത്തിരിയേറെ ഡാറ്റകളുടെ റിലീസ് US-ൽ നിന്നും നടക്കാനിരിക്കുന്നു. അതായത് മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസും കൂടാതെ ഏപ്രിൽ മാസത്തെ മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡാറ്റകളുടെ റിലീസും നടക്കാനുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസിന് നേരിയ നേട്ടത്തോടുകൂടിയും വിപ്രോയ്ക്ക് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ആക്സിസ് ബാങ്ക് ADR-ന് 0.5%, ICICI ബാങ്ക് ADR-ന് നേരിയ നഷ്ടത്തോടുകൂടിയും ഇൻഫോസിസ് ADR-ന് 1.25%, HDFC ബാങ്ക് ADR-ന് 1.25%, നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം ആരംഭിച്ച US മാർക്കറ്റിൽ ഇസ്രായേൽ ലെബനോൺ സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രതീക്ഷകൾ വന്നതിനെ തുടർന്ന് S&P 500-ന് 0.62%, നാസ്ഡാക്കിന് 0.82% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഡോ ജോൺസ് ഫ്യൂച്ചറും പോസിറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2%-നടുത്തും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 0.5% ഉയർച്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെ വില $96.92 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $98.81 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ ഏകദേശം $7 നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4757.02 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.92 എന്ന നിലയിലും മാക്സ് പെയിൻ 23,800 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.77 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 55,000 എന്ന ലെവലിലും. ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിയുടേതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 55,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും 55,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ക്വാർട്ടർ 4 റിസൾട്ടുകൾ ഇന്നലെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ചു. പ്രോഫിറ്റില് 12.2% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 9.6% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 31 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റ് നൽകാനായിട്ടും ബോർഡ് അംഗീകാരം നൽകി. കൂടാതെ മാർക്ക് ആൻഡ് സ്പെൻസറുമായിട്ടുള്ള ബഹുവർഷത്തെ തന്ത്രപരമായ പങ്കാളിത്തം കമ്പനി പുതുക്കുകയും ചെയ്തു. JSW സ്റ്റീൽ ക്വാർട്ടർ 4-ലെ ബിസിനസ് അപ്ഡേറ്റ് കമ്പനി റിലീസ് ചെയ്തു. ഇയർ ഓൺ ഇയർ ബേസിസിൽ കൺസോളിഡേറ്റഡ് ക്രൂഡ് സ്റ്റീൽ ഉൽപാദനം 3% കുറവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ ഓപ്പറേഷൻസിലെ ക്രൂഡ് സ്റ്റീൽ ഉൽപാദനം 1% ഇടിവും രേഖപ്പെടുത്തി. ഇതിനു പുറമെ സംയോജിത ക്രൂഡ് സ്റ്റീൽ ഉൽപാദനം 2% ഇടിവും രേഖപ്പെടുത്തുകയും ചെയ്തു. വിപ്രോ ഏപ്രിൽ 16-ന് ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവും ബോർഡ് പരിഗണിക്കും. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി
ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി ഇക്വിറ്റി ഓഹരികൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശം പരിഗണിക്കുവാൻ ഏപ്രിൽ 16 ബോർഡ് യോഗം ചേരും. പൂനവാല ഫിൻകോർപ്പ് ഏപ്രിൽ 9 കമ്പനി അതിന്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഇഷ്യൂ ആരംഭിച്ചു. അതായത് ഇന്നലെ ഓഫറിന്റെ അടിസ്ഥാന വില ഒരു ഷെയറിന് 390 രൂപ 26 പൈസയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളതും. സാത്വിക് ഗ്രീൻ എനർജി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സാത്വിക് സോളാർ ഇൻഡസ്ട്രീസിന് സോളാർ PV മോഡ്യൂളുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് 108.75 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് 2026 മാർച്ചിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 20.7% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ ടോൾ വരുമാനം 753.5 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഐഷ മോട്ടോഴ്സ് റോയൽ എൻഫീൽഡ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ ഫ്ലൈയിങ് ഫ്ലീ C6 പുറത്തിറക്കി. 2.79 ലക്ഷം രൂപയാണ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് 3 എഞ്ചിനുകളുടെ വാടകയും മെയിന്റനൻസ് ചാർജുകളും അടയ്ക്കാത്തതിന്റെ പേരിൽ സ്പൈസ് ജെറ്റ് വിമാന എഞ്ചിൻ പാട്ടക്കാരന് ഏകദേശം $8 മില്യൺ നൽകുവാനായിട്ട് UK കോടതി ഉത്തരവിട്ടു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.